ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 8.5 ഇൻറ്റു 6.3 ഈക്വൽ ടു കെ ആയാൽ കെയുടെ വില. ജസ്റ്റ് നോക്കണേ. ഇവിടെ പോയിന്റിന് ശേഷം ഒരു സംഖ്യ, ഇവിടെ പോയിന്റിന് ശേഷം ഒരു സംഖ്യ. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ആയപ്പം നമുക്ക് ഡെസിമലിന് ശേഷം രണ്ട് സംഖ്യ വേണം. ഇതിനകത്ത് ഡെസിമലിന് ശേഷം ഒരെണ്ണേ ഉള്ളൂ, ഇതിനകത്ത് രണ്ടെണ്ണം ഉണ്ട്, ഇതിനകത്ത് ഒരെണ്ണേ ഉള്ളൂ, ഇതിനകത്ത് മൂന്നെണ്ണം ഉണ്ട്. അപ്പം നമുക്ക് രണ്ടെണ്ണമാണ് വേണ്ടുന്നത്. ഇപ്പം രണ്ടെണ്ണം വന്നേക്കുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ ബി 53.55. പക്ഷെ ഇത് ശരിയാവണമെങ്കിൽ നിങ്ങൾ ഈ 5 3 ജസ്റ്റ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യണം. 5 × 3 15. സീറോയിൽ അല്ലാത്തൊരു നമ്പറിൽ അവസാനിക്കുന്നെങ്കിലേ ഇവിടെ പോയതിനു ശേഷം രണ്ട് സംഖ്യ, ഉത്തരത്തിൽ രണ്ട് സംഖ്യ വേണം എന്ന് നിർബന്ധം പിടിക്കാൻ പറ്റൂ. നമുക്കിത് മൾട്ടിപ്ലൈ നോക്കാം ഈ രണ്ട് ക്വസ്റ്റ്യൻ്റെ ഉത്തരം കൂടെ പറഞ്ഞതിന് ശേഷം. ഓക്കെ, അപ്പോൾ ഇത് സിമ്പിൾ ആയിട്ട് നമുക്ക് ഉത്തരത്തിൽ എത്താൻ പറ്റുമായിരുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. ശരി, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. 135, 75, 90 എന്നീ മൂന്ന് സംഖ്യകളെയും പൂർണ്ണമായി ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ എണ്ണൽ സംഖ്യ എന്ന ചോദ്യം. ഒന്നൊന്ന് ആലോചിച്ച് നോക്കുക. ഇതിന്റെ HCF ആണ് ചോദ്യം, ഉത്സാഹ. ഓക്കെ, അപ്പൊ 135, 75, 90 ഇത് പെട്ടെന്ന് പറയാൻ പറ്റും കേട്ടോ. ഇതെല്ലാം 5ന്റെ മൾട്ടിപ്പിളാണ്. അപ്പൊ ഉറപ്പായിട്ട് ഈ മൂന്നെണ്ണത്തിനെ നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 5 കൊണ്ട്. അപ്പൊ ഈ 5 ഉത്തരവാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ 5ന്റെ മൾട്ടിപ്പിളേ ഉത്തരവാകത്തുള്ളൂ കേട്ടോ. അപ്പൊ 5 ഉത്തരവാൻ സാധ്യതയുണ്ട്. അപ്പൊ ഒരിക്കലും 5ഓ 5ന്റെ മൾട്ടിപ്പിളേ ഇനി ഉത്തരവാകത്തുള്ളൂ. മീൻസ് ഈ മൂന്നെണ്ണത്തിനെ 5 കൊണ്ട് ഹരിക്കാൻ പറ്റും. അപ്പൊ ഈ മൂന്നെണ്ണത്തിനെയും ഹരിക്കാൻ കഴിയുന്ന സംഖ്യ, ഏറ്റവും വലിയ സംഖ്യ ഉറപ്പായിട്ടും 5ഓ ഇനി 5ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അപ്പൊ 5ന്റെ മൾട്ടിപ്പിൾ അല്ലാത്ത 7ഉം ഈ 3ഉം തൽക്കാലം വെട്ടാം. പിന്നുള്ളത് 15. അപ്പൊ 15 വരണമെങ്കിൽ 5ന്റെ മൂന്നാമത്തെ മൾട്ടിപ്പിൾ അല്ലേ. അപ്പൊ ഇതിനെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമെന്നും കൂടെ നോക്കിയാൽ മതി. 90നെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റും. 75 3ന്റെ മൾട്ടിപ്പിൾ ആണല്ലോ. 25 × 3 75. 135 3 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന സംഖ്യ ആണോ എന്ന് നോക്കാൻ നിങ്ങൾ ഇതിന്റെ അക്കങ്ങൾ കൂട്ടി നോക്കിയാൽ മതി. 5 3 8 1 9. അക്കങ്ങളെല്ലാം കൂടെ കൂട്ടപ്പം ഒരു 3ന്റെ ഗുണിതം വന്നാൽ ഉറപ്പായിട്ടും അതിനെ 3 കൊണ്ട് ഹരിക്കാം. മീൻസ് ഇതിനെ 3 കൊണ്ട് ഹരിക്കുക, ഇതിനെ 3 കൊണ്ട് ഹരിക്കുക, ഇതിനെ 3 കൊണ്ട് ഹരിക്കാം. ഈ മൂന്നെണ്ണത്തിനെ 3 കൊണ്ട് ഹരിക്കാനും പറ്റും, 5 കൊണ്ട് ഹരിക്കാനും പറ്റും. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും 15 കൊണ്ട് ഹരിക്കാനും പറ്റും. ഓക്കെ, മീൻസ് ഓപ്ഷൻ സി ആണ് ഉത്തരം. അതിന്റെ HCF ആണ് ചോദ്യം. അത് കണ്ടുപിടിക്കുന്നതും ഞാൻ പറഞ്ഞില്ലേ ഈ ക്വസ്റ്റ്യനോട് ചെയ്തതിന് ശേഷം പറഞ്ഞുതരാം. ഓക്കെ, ഇനി റൂട്ട് ഓഫ് 9 + 16 ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ആയാൽ എക്സിന്റെ വില. അതായത് എക്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് 9 + 16. 9 + 16 ഇതാ കാൽക്കുലേറ്റ് ചെയ്യാം. എക്സിന്റെ വില എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് 9 + 16. 9 + 16 25 എന്ന് എഴുതാൻ നമുക്കറിയാമല്ലോ. മീൻസ് എക്സ് എന്ന് പറഞ്ഞാൽ റൂട്ട് 25. റൂട്ട് 25 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5. മീൻസ് എക്സിന്റെ വില 5 ആണ്. ഓപ്ഷൻ ഡി. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ജസ്റ്റ് ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്താലോ. ഇനി താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾ അടുത്ത 4ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോക്കോ. ജസ്റ്റ് ഞാൻ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് ഇതൊന്ന് മൾട്ടിപ്ലൈ നോക്കാം. ഇതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? 8.5 × 6.3. നിങ്ങൾ ഈ ഡെസിമൽ കളയുക, അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് 85 63 മൾട്ടിപ്ലൈ ചെയ്യുക. 3 5 15 ഇഷ്ടം 1, 8 3 24 1 25, 6 5 33, 6 8 48, 50 51, 5 5 3 5. ഇവിടെ ഡെസിമലിന് ശേഷം 1 2 സ്ഥാനമുണ്ട്. അപ്പൊ ഉത്തരത്തിലും പോയിന്റിന് ശേഷം 2 സ്ഥാനം വേണം. അപ്പൊ 2 സ്ഥാനം എടുത്ത് പറ്റി പോയിന്റ് ചെയ്യുക. 53.55 അങ്ങനെ ഓപ്ഷൻ ഉണ്ടല്ലോ. ഓക്കെ, ഇനി അടുത്ത 135 75 90 എന്നീ മൂന്ന് സംഖ്യകളെയും പൂർണ്ണമായും ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ എണ്ണൽ സംഖ്യയാണ് ചോദ്യം. ലക്ഷ്യം HCF ആണ്. ഇവ മൂന്നിനെ ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സംഖ്യ HCF. അപ്പൊ ഇതിന്റെ HCF കണ്ടുപിടിച്ചാൽ മതി. 135 75 90 HCF കണ്ടെത്തണം. എല്ലാത്തിനെയും 5 കൊണ്ട് ഹരിക്കാം. അപ്പൊ 5 കൊണ്ട് ഹരിക്കുക. 135നെ 5 ആയിട്ട് ഹരിച്ചാൽ 13 2 തവണയുണ്ട്. 2 10 ബാക്കി 3 വരും. 35 7. 15 5 75 അല്ലേ. അപ്പൊ 15. 18 5 90 അല്ലേ. അപ്പൊ 18. 90നെ 5 കൊണ്ട് ഹരിക്കാം, 18 കിട്ടും. പിന്നെ ഈ 27നെ 15നെ 18നെ നമുക്ക് 3 കൊണ്ട് ഹരിക്കാമല്ലോ. അപ്പൊ 3 കൊണ്ട് ഹരിക്കാം. 9 5 6. ഇനി 9നെ 5നെ 6നെ ഹരിക്കാൻ പറ്റുന്ന വേറെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് ഉത്തരം പറയാം. ഈ ഹരിച്ച സംഖ്യകൾ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് HCF കിട്ടുന്നത്. 5 × 3 15. ഓക്കെ, 15 ഉത്തരം. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് 4ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോയാലോ. 4ാമത്തെ ചോദ്യം. 108 km/h ശരാശരി വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു ട്രെയിൻ 1 മിനിറ്റ് കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം എത്ര? ഓക്കെ, അപ്പൊ ചുമ്മാ ചിന്തിച്ചു നോക്ക്. 108 km/h ശരാശരി വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു ട്രെയിൻ 1 മിനിറ്റ് കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം വളരെ സിമ്പിൾ ആണ്. 108 km/h എന്ന് പറഞ്ഞാൽ 1 മണിക്കൂറിൽ 108 കിലോമീറ്റർ പോകുമെന്നോ. 1 മണിക്കൂറിൽ 108 കിലോമീറ്റർ. ഇപ്പൊ ചുമ്മാ ഒന്ന് ചിന്തിച്ചു നോക്ക്. 1 മണിക്കൂറിൽ 108 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ്. അപ്പൊ 60 മിനിറ്റിൽ 108 കിലോമീറ്റർ പോകും. ഓക്കെ, അപ്പൊ 1 മിനിറ്റ് എത്ര പോകുമായിരിക്കും? 1 മിനിറ്റ് സ്വാഭാവികമായിട്ടും പോകുന്ന എത്ര?
108/60 എടുത്താൽ പോലെ 60 മിനിറ്റ് 108 കിലോമീറ്റർ പോവുമെങ്കിൽ 1 മിനിറ്റിൽ പോകുന്നത് 108/60 കിലോമീറ്റർ ആയിരിക്കും. ഓക്കെ, അത്രയും കാര്യത്തിൽ ഓക്കെ ആണ്. അപ്പൊ കിലോമീറ്ററിനെ നമുക്ക് മീറ്റർ ആക്കാം. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഓപ്ഷനിൽ നിൽക്കുന്നതെല്ലാം മീറ്റർ ആണ്. അപ്പൊ ഒന്ന് ചുമ്മാ ചിന്തിച്ച് നോക്ക്. അപ്പൊ 1 മിനിറ്റിൽ പോകുന്നത് 108/60 ഇൻറ്റു 1000 മീറ്റർ ആയിരിക്കും. കാരണം കിലോമീറ്ററിനെ മീറ്റർ ആക്കാൻ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 1 കിലോമീറ്റർ 1000 മീറ്ററാണ്. ഇപ്പൊ 2 കിലോമീറ്റർ 2 × 1000 2000 മീറ്ററാണ്. അപ്പൊ ഈ 0 ഈ 0യുടെ കട്ട് 6 108 കട്ട് ചെയ്യാം. 108നെ 6 ആയിട്ട് ഡിവൈഡ് ചെയ്താൽ മതി. 6 6 4 8 6 8 48 അല്ലേ? അപ്പൊ 18 എന്ന് കിട്ടും. 18ഉം 100ഉം 1800 വരത്തില്ലേ? അപ്പൊ 1800 മീറ്റർ. ഇതാ നമ്മുടെ ഉത്തരം, 1800 മീറ്റർ. അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ എന്നൊക്കെ ഉണ്ട്. ഓപ്ഷൻ എ ഉത്തരം. ഓപ്ഷൻ എ ക്ലിയർ അല്ലേ? അത്രയേ ഉള്ളൂ അതിൻ്റെ കാര്യം. 1800 മീറ്റർ. ശരി, ഇനി അടുത്തത് 400 രൂപ വിലയുള്ള ഒരു സാധനത്തിന് 12% ലാഭം ലഭിക്കണമെങ്കിൽ എത്ര രൂപയ്ക്ക് വിൽക്കണം? അപ്പൊ 400 രൂപ വിലയുള്ള സാധനം 12% ലാഭം ലഭിക്കണമെങ്കിൽ 400ന്റെ 12% കൂടെ കണ്ടുപിടിച്ച് കൂട്ടിയാൽ പോരെ? 400ന്റെ 12% എത്ര? അപ്പൊ 400 രൂപ വിലയുള്ള സാധനം 12% ലാഭം ലഭിക്കണമെങ്കിൽ എത്ര രൂപയ്ക്ക് വിൽക്കണം? എനിക്ക് ഞാൻ 400 രൂപ മുതൽ മുടക്കിയിട്ടിരിക്കുക, എനിക്ക് 12% ലാഭം വേണം. അപ്പൊ ഞാൻ കാൽക്കുലേറ്റർ എടുത്തിട്ട് 400ന്റെ 12% എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, 2 0 കട്ട് ചെയ്ത് പോയി 12 4 48. ഈ 48 രൂപയും കൂടെ കൂട്ടി വയ്ക്കണം. അപ്പൊ 400 രൂപ വിലയുള്ള സാധനം 48 രൂപയും കൂടെ കൂട്ടി വിറ്റാൽ എനിക്ക് 12% ലാഭം കിട്ടും. അപ്പൊ 400 + 48 448 ഉത്തരം. ഓക്കെ, അപ്പൊ 400 + 48 448 നമ്മുടെ ഉത്തരം. ക്ലിയർ അല്ലേ? 448 ഇത്രയേ ഉള്ളൂ. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. ഓപ്ഷൻ എ. എല്ലാം കുഞ്ഞു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതുകൊണ്ടാണ് കൂടുതൽ ഒരു ബോഡി തന്നെ ഈ ബോഡി തന്നെ 2 3 ക്വസ്റ്റ്യൻ എഴുതി ചെയ്യുന്നത്. നിസ്സാരപ്പെട്ട ചോദ്യം അതുകൊണ്ട് മാത്രം. ഓക്കെ, ഇനി അടുത്ത 6ാമത്തെ ചോദ്യത്തിലോട്ട് പോവാം. 2ൽ നിന്നും എത്ര കുറച്ചാൽ 0.99 കിട്ടും? 2ൽ നിന്ന് എന്തോ കുറയ്ക്കപ്പം 0.99 കിട്ടും. ഓക്കെ, 2ൽ നിന്ന് എത്ര കുറച്ചാൽ 0.99 കിട്ടും? എന്തായാലും 2ൽ നിന്ന് 1 കുറച്ചാൽ 1 കിട്ടുന്നത്. അപ്പോൾ 1 പിന്നെ 1ൽ നിന്ന് 0.01 കുറയ്ക്കപ്പോഴാണ് നമുക്ക് 0.99 കിട്ടുന്നത്. അപ്പോൾ 1ഉം കുറയ്ക്കണം, 0.09 1ഉം കുറയ്ക്കണം, മീൻസ് 1.01. അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ? ഓപ്ഷൻ ഡി. അത്രയേ ഉള്ളൂ. ഇനി അല്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് 2ൽ നിന്ന് എന്തോ കുറയ്ക്കപ്പോൾ നമുക്ക് 0.99 കിട്ടും. അപ്പൊ ഈ എക്സാ കണ്ടെത്തണ്ട. ഈ എക്സ് കണ്ടെത്താൻ ഈ -x അപ്പുറത്ത് കൊണ്ടുപോയിട്ട് ഇത് ഇപ്പുറത്ത് കൊണ്ടുവന്ന് കുറച്ചാൽ മതി. അപ്പൊ -x അപ്പുറത്ത് പോകും +x. അപ്പൊ 0.99 ഇപ്പുറത്ത് കൊണ്ടുവരണം. അപ്പൊ 2 - 0.99 എന്ന് കിട്ടും. അതായത് 2നകത്ത് നിന്ന് 0.99 മൈനസ് ചെയ്ത ഉത്തരം. ഓക്കെ, 10ൽ നിന്ന് 9 പോയ 1, 10ൽ നിന്ന് 9 പോയ 1, സോറി 9ൽ നിന്ന് 9 പോയ 0. ഡെസിമൽ നേരെ താഴെ നിൽക്കും. ഈ 1 കടമെടുത്ത് അങ്ങോട്ട് പോയാണല്ലോ ഇവിടെ 10 വന്നേ. അപ്പൊ ഇവിടെ 1. അപ്പൊ 1.01 എന്ന് ഉത്തരം. അപ്പൊ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. ഇത്രയേ ഉള്ളൂ. എളുപ്പമല്ലേ? അപ്പം 6 ക്വസ്റ്റ്യനായി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ചോദ്യം നമ്പർ 7. ഒരു ടാങ്കിൽ 5ൽ 3 ഭാഗം വെള്ളമുണ്ട്. 80 ലിറ്റർ വെള്ളം കൂടി ഒഴിച്ചപ്പോൾ ടാങ്ക് നിറഞ്ഞു. എങ്കിൽ ടാങ്കിൽ ആകെ എത്ര ലിറ്റർ വെള്ളം കൊള്ളും? ഓക്കെ, എളുപ്പമാണ്. പല രീതിയിൽ ചെയ്യാം. ഞാൻ ഒരു രീതി പറഞ്ഞുതരാം. 5ൽ 3 ആണ്. ഓക്കെ, ഈ 5ൽ 3നെ നമുക്കങ്ങ് ശതമാനമാക്കാം. ഫ്രാക്ഷൻ ശതമാനമാക്കാൻ ഒരു 100 ഉണ്ടെന്ന് കുടിച്ചാൽ മതി. അപ്പോൾ ഒരു ടാങ്കിൽ 5ൽ 3 ഭാഗം വെള്ളം ഉണ്ടെന്നാ നമുക്കിതിനെ ശതമാനമാക്കാൻ ജസ്റ്റ് ഒരു 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ 5ഉം 100 കൂടെ കട്ട് ചെയ്ത് പോയി 20 കിട്ടും. 5 × 20 ആണല്ലോ 100. മീൻസ് 60% വെള്ളമാണ് ടാങ്കിലുള്ളത്. ഓക്കെ, അപ്പൊ 60% വെള്ളമുണ്ട്. അപ്പൊ ടാങ്കിന് 60% വെള്ളമുണ്ട്. അപ്പൊ ഇനി എത്ര ശതമാനവും കൂടെ ആയ ടാങ്ക് നിറയും? 40% കൂടെ പോരെ? 80 ലിറ്റർ വെള്ളം കൂടി ഒഴിച്ചപ്പോൾ ടാങ്ക് നിറഞ്ഞു. അപ്പം ഇനി ടാങ്കിൽ 60% വെള്ളമുണ്ട്, 40% കൂടെ ഒഴിക്കപ്പോൾ ടാങ്ക് നിറയും. ആ ഒഴിച്ചത് 80 ലിറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 40% 80 ലിറ്ററാണ്. 40% 80 ലിറ്ററാണ്. അപ്പൊ 20% 40 ലിറ്ററാണ്. 80% 160 ലിറ്ററാണ്. ഓക്കെ, സംഭവം സിമ്പിൾ. അങ്ങനെയാണെങ്കിൽ ടാങ്കിലാകെ എത്ര ലിറ്റർ വെള്ളം കൊള്ളുമെന്നാ? ടാങ്കിൽ മൊത്തം 100% വെള്ളമാണല്ലോ ഉണ്ടാവുക. അപ്പൊ 100% എന്ന് പറഞ്ഞാൽ എത്ര? ഈ 40ന്റെ ഇരട്ടിയാണല്ലോ 80. അപ്പൊ 100ന്റെ ഇരട്ടി എടുത്തു കൊടുത്താൽ മതി. എത്ര? 200 ലിറ്റർ. അപ്പൊ ടാങ്കിന്റെ കപ്പാസിറ്റി 200 ലിറ്റർ ആയിരിക്കും. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. ഓപ്ഷൻ ബി. ഓക്കെ, അത്രയേ ഉള്ളൂ. സംഭവം വളരെ സിമ്പിൾ ആണ്. ഇനി അടുത്തത് 8ാമത്തെ ചോദ്യം.
റൂട്ട് 1225 35 ആയാൽ റൂട്ട് 0.1225 എത്ര? ഇത് ഒറ്റ ലോജിക്ക് മതി. എന്തായാലും ഈ 1225 ഡെസിമൽ കളഞ്ഞ 1225 അതായിരിക്കും റൂട്ട് എടുക്കുമ്പോൾ കിട്ടുന്ന റൂട്ട് 1225 എന്ന് പറഞ്ഞാൽ റൂട്ട് 1225 എത്രയാണോ അതായിരിക്കും ഈ ഡെസിമൽ ഇട്ടാലും കിട്ടാൻ പോകുന്നത്. ഉത്തരവായിട്ട് സമയം കാണും. എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഒന്നുകൂടെ 1225 റൂട്ട് 35 ആണെങ്കിൽ ഇതിന്റെ റൂട്ട് കണ്ടെത്തണം. അപ്പൊ ഈ ഡെസിമൽ കളഞ്ഞ 1225 ആണല്ലോ, അപ്പൊ അതിന്റെ റൂട്ടുമായിട്ട് ബന്ധം കാണും, മീൻസ് 35 ബന്ധം കാണും. ഓപ്ഷൻ പ്രകാരം എല്ലാം 35 ഉണ്ട്. ഇനി അടുത്ത ഡെസിമലിന് ശേഷം ഇവിടെ എത്ര സ്ഥാനമുണ്ട്? 1 2 3 4 4 സ്ഥാനമുണ്ട്. എപ്പോഴും റൂട്ട് എടുത്തു കഴിയപ്പോൾ ഡെസിമൽ പകുതിയാവും. ഓക്കെ, റൂട്ടിനകത്ത് 4 ഡെസിമൽ ഉണ്ടെങ്കിൽ റൂട്ട് എടുത്തു കഴിയപ്പോൾ 2 ആവും. അപ്പൊ ഓപ്ഷൻ പ്രകാരം 2 ഉള്ളത് ഇതിനകത്താന്ന് നോക്കിയാൽ പോരെ. ഇത് ഓപ്ഷൻ എ. ഇതിനകത്ത് 3 എണ്ണം ഉണ്ട്, ഒരിക്കലും ഉത്തരവല്ല. ഇതിനകത്ത് 4 എണ്ണം ഉണ്ട്, ഉത്തരവല്ല. ഇതിനകത്ത് 1 എണ്ണം ഉണ്ട്, ഉത്തരവല്ല. ക്ലിയർ അല്ലേ? എന്ന് വെച്ചാൽ 1225 റൂട്ട് എത്ര നോക്കാം? 35. പോയിന്റിന് ശേഷം 4 സ്ഥാനമുണ്ട്. അപ്പൊ റൂട്ട് എടുത്തു കഴിയുമ്പോൾ 2 സ്ഥാനം വരും. ഇപ്പൊ 2 സ്ഥാനം എടുത്ത് മാറ്റി പോയിന്റ് ചെയ്യുക, 0.35. ഓപ്ഷൻ എ ഉത്തരം. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ 9ാമത്തെ ചോദ്യം. ഒരു ക്രിക്കറ്റ് കളിക്കാരൻ 4 കളികളിൽ നിന്നും നേടിയത് 6, 50, 20, 24 റൺസുകളാണ്. അയാളുടെ ശരാശരി എത്ര? അപ്പൊ 4 കളികളിൽ നിന്ന് അയാൾ നേടിയ റൺസ് കയ്യിലിരിപ്പുണ്ട്. അയാളുടെ ശരാശരി കണ്ടെത്തണം. ശരാശരി കണ്ടെത്താൻ എന്ത് ചെയ്യണം? ഇതെല്ലാം കൂടെ കൂട്ടുക, എണ്ണം കൊണ്ടുവരിക്കുക. അപ്പൊ നമുക്കൊന്ന് കൂട്ടിയാലോ? ആദ്യം ഇതിന്റെ കൂട്ടുക. അതായത് 6 + 50 + 20 + 24/4. ഓക്കെ, നിങ്ങൾ നോക്കിക്കോ. 24 6 കൂടെ കൂട്ടപ്പോ 30, 30 20 കൂടെ കൂട്ടപ്പോ 50, 50 50 കൂടെ കൂട്ടപ്പോ 100. അപ്പൊ 100/4. 100/4 എത്ര? 25. 24 6 30, 30 20 50, 50 9 100, 100/4 25. അപ്പൊ അയാളുടെ ശരാശരി റൺസ് 25. ഓപ്ഷൻ ബി. ഓക്കെ. ക്വസ്റ്റ്യൻ 10ാമത്തെ ചോദ്യം. 2 സംഖ്യകളുടെ ഗുണനഫലം 36 ഉസാഗ 3 ആയാൽ ലസാഗു എത്ര? നിങ്ങൾക്കറിയാമോ? ഒരു 2 സംഖ്യകളുടെ LCM ലസാഗുവും HCF ഉസാഗയും കൂടെ മൾട്ടിപ്ലൈ അപ്പം ആ 2 സംഖ്യ ഗുണിച്ചാൽ കിട്ടുന്നത് കിട്ടും. ഇപ്പൊ 2 സംഖ്യകളുടെ ഗുണനഫലത്തിൽ ഈക്വലാണ് അതിന്റെ LCM HCF കൂടെ ഗുണിച്ചാൽ കിട്ടുന്നത്. നമുക്കിവിടെ ലസാഗു ആണ് കണ്ടെത്തേണ്ടത്. അപ്പൊ ലസാഗു എന്ന് പറഞ്ഞാൽ LCM എന്ന് പറഞ്ഞാൽ അതിന്റെ ഗുണനഫലത്തെ ഇനി HCF കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഗുണനഫലം എന്ന് പറഞ്ഞാൽ എത്ര തന്നിട്ടുണ്ട്? സംഖ്യയുടെ ഗുണനഫലം 36 ആണ്. അതിനെ ഉസാഗ HCF കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 36/3 12 എന്ന് കിട്ടും. അപ്പൊ ആൻസർ 12. ഓപ്ഷൻ ബി ഉത്തരം. ഓക്കെ. 11ാമത്തെ ചോദ്യം. 22, 27, 31, 34, 36 ഈ ശ്രേണിയിലെ അടുത്ത സംഖ്യ. ചുമ്മാ നോക്കിയാലോ. 22 27 ആയി, 5 കോടി. 27 31 ആയി, 4 കോടിയോ? 4 കോടി. 31 34 ആയി, 3 കോടി. 34 36 ആയി, 2 കോടി. 5 കോടി 4 കോടി 3 കോടി 2 കോടി. ഇനി എത്ര കൂടണം? 1 കൂടണം. സ്വാഭാവികമായിട്ടും ഇനി 1 കൂടണം. 36 + 1 എത്ര കിട്ടണം? 37. ഓപ്ഷൻ സി. ഓക്കെ. അങ്ങനെയാണെങ്കിൽ 12ാമത്തെ ചോദ്യം. ഒരു പ്രത്യേക കോഡിൽ ബിജു എന്നത് CJKV ആയാൽ രമ എന്താണെന്ന് നിങ്ങൾ ചുമ്മാ നോക്ക്. ബിജുവിന്റെ കോഡ BIJU, ഇതിന്റെ കോഡ CJKV എന്ന് വെച്ചാൽ ബിയുടെ തൊട്ട് അടുത്ത ലെറ്റർ C, I കഴിഞ്ഞാൽ J കഴിഞ്ഞാൽ K, U കഴിഞ്ഞാൽ V. ജസ്റ്റ് നെക്സ്റ്റ് ലെറ്റർ അവർ ഉപയോഗിച്ചേക്കുന്നതേ ഉള്ളൂ. അപ്പൊ രമയുടെ R കഴിഞ്ഞാൽ ആരാ? R കഴിഞ്ഞാൽ S അല്ലേ? PQRS. E കഴിഞ്ഞാൽ ആരാ? ABCDEF. M കഴിഞ്ഞാൽ ആരാ? N. A കഴിഞ്ഞാൽ ആരാ? B. SFNB. ഓപ്ഷൻ എ ഉത്തരം. ഓക്കെ. കൂട്ടത്തിൽ പെടാത്തത് ഇത് ഒരുപാട് വട്ടം ചോദിച്ച ചോദ്യം. ഇതെല്ലാം എളുപ്പമുള്ള ചോദ്യം. ത്രികോണം, ചതുർഭുജം, വൃത്തം, പഞ്ചഭുജം. ആരാ? വൃത്തം. ഓക്കെ. വൃത്തം കൂട്ടത്തിൽ ചേരത്തില്ല കേട്ടോ. ത്രികോണം എന്നൊക്കെ പറഞ്ഞാൽ ഒരു സ്ട്രെയിറ്റ് വരയാ ഇതിന്റെ എല്ലാ സൈഡുകൾ എന്ന് പറഞ്ഞാൽ. ചതുർഭുജം എന്ന് പറഞ്ഞാൽ 4 വശമുള്ളത്. പഞ്ചഭുജം എന്ന് പറഞ്ഞാൽ 5 വശമുള്ളത്. 1 2 3 4 5. ഓക്കെ. വൃത്തം എന്ന് പറഞ്ഞാൽ കർവ്ഡ് അല്ലേ? കർവ്ഡ്. മറ്റേതിൻ്റെയൊക്കെ ഷേപ്പ് സ്ട്രെയിറ്റ് വരകൾ. അപ്പം കൂട്ടത്തിൽ പെടാത്തതാര്? വൃത്തം. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റിലോട്ട് പോയാലോ. 14ാമത്തെ ക്വസ്റ്റ്യൻ. ഇപ്പോൾ അപ്പുവിന്റെ വയസ്സിന്റെ 9 മടങ്ങാണ് അമ്മയുടെ വയസ്സ്. 3 വർഷം കഴിയുമ്പോൾ അത് 5 മടങ്ങാവും. ഇപ്പോൾ അമ്മയ്ക്ക് അപ്പുവിനേക്കാൾ എത്ര വയസ്സ് കൂടുതലുണ്ട്? ഓക്കെ. ഇപ്പോൾ അപ്പുവിന്റെ വയസ്സിന്റെ 9 മടങ്ങാണ് അമ്മയുടെ വയസ്സ്. 3 വർഷം കഴിയുമ്പോൾ ഇത് 5 മടങ്ങാവും.
അപ്പോൾ 9 മടങ്ങ് 5 മടങ്ങ് 4 മടങ്ങ് 8 മടങ്ങ് അങ്ങനെയുള്ള 2 സെന്റൻസ് ഉണ്ടെങ്കിൽ ഇത് എളുപ്പത്തിൽ ചെയ്യാം. നിങ്ങൾക്കത് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏജ് എടുക്കുക. നമ്മുടെ പ്ലേലിസ്റ്റിനകത്ത് എടുത്ത ഏജ് അതിൻ്റെ പാർട്ട് 1 നോക്കിയാൽ മതി. ഓക്കെ, കാണുക ഏജിൻ്റെ പ്രോബ്ലം കാണുക കേട്ടോ. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് പറയുക. ഇപ്പം ഇവിടെ അപ്പു ഉണ്ട്, അപ്പുവിൻ്റെ അമ്മയുണ്ട്, മദർ. ഓക്കെ, അപ്പുവിൻ്റെ വയസ്സിൻ്റെ 9 മടങ്ങാണ് അമ്മയുടെ വയസ്സ്. അപ്പോൾ നമുക്ക് അവരുടെ റേഷ്യോ എഴുതാം. അപ്പുവിൻ്റെ വയസ്സ് 1 എന്നും അമ്മയുടെ വയസ്സ് 9 എന്നും വിളിക്കാം. കാരണം അപ്പുവിൻ്റെ വയസ്സിൻ്റെ 9 മടങ്ങ് അമ്മയുടെ വയസ്സെന്ന് പറയുന്നുണ്ട്. ഇത് അപ്പുവിൻ്റെ അമ്മ. ഓക്കെ, അപ്പോൾ 1ന്റെ 9 മടങ്ങ്. ഇതിൻ്റെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ പ്രസന്റ് ആണ്, ഇപ്പോഴാണ്, ഇപ്പം പ്രസന്റ് ഇങ്ങോട്ട് എഴുതി വെച്ച്. ഓക്കെ, ഇനി 3 വർഷം കഴിയപ്പം. അപ്പം 3 വർഷം കഴിയപ്പം ഇത് 5 മടങ്ങാവും. മീൻസ് അപ്പുവിൻ്റെ വയസ്സിൻ്റെ 5 മടങ്ങാവും അമ്മയുടെ വയസ്സ്. അപ്പോൾ അപ്പുവിന് 1, അമ്മയ്ക്ക് 5. ഇത്ര എഴുതി വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇവരുടെ വയസ്സ് കണ്ടെത്താം. ആദ്യം അപ്പുവിൻ്റെ വയസ്സ് കണ്ടെത്താം. അപ്പുവിൻ്റെ വയസ്സ് കിട്ടിയാൽ അതിൻ്റെ 9 മടങ്ങാണല്ലോ അമ്മയുടെ വയസ്സ്. 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ അപ്പുവിൻ്റെ വയസ്സ് കണ്ടെത്താൻ ഈസിയാണ്. നിങ്ങൾ ആദ്യം അപ്പുവിൻ്റെ റേഷ്യോ എടുക്കുക. അപ്പുവിൻ്റെ റേഷ്യോ ഞാൻ 1 എടുത്ത്, 1 പ്രസന്റ് വയസ്സിലെ റേഷ്യോ ആയതുകൊണ്ട് പ്രസന്റ് വയസ്സ് കിട്ടും കേട്ടോ. 1 എടുക്കുക ഇൻറ്റു, ഇനി എതിർ റേഷ്യോന്റെ ഡിഫറൻസ് എടുക്കുക. ഈ 1 ആണല്ലോ നമ്മൾ ആദ്യം എടുത്തേ, അതിന്റെ എതിർ റേഷ്യോന്റെ ഡിഫറൻസ് എടുക്കുക. 1ഉം 5ഉം നമ്മളുടെ ഡിഫറൻസ് 4. പിന്നെ കാലഘട്ടം എടുക്കുക. കാലഘട്ടം പ്രസന്റിൽ നിന്ന് 3 വർഷത്തിലേക്കുള്ള ദൂരം. മീൻസ് ഈ റേഷ്യോയിൽ നിന്ന് ഈ റേഷ്യോയിലേക്കുള്ള ദൂരം 3 വർഷത്തെ ഗ്യാപ്പല്ലേ ചോദ്യത്തിൽ പറഞ്ഞേക്കുന്നത്, 3 വർഷം. അപ്പോൾ ആ 3 എടുക്കുക. നിങ്ങൾ ആലോചിക്കണം, ഇത് ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് ഇത് മനസ്സിലാവത്തില്ലേ. അപ്പോൾ ആ ഏജ് നിങ്ങൾക്ക് പഠിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ട് പ്ലേലിസ്റ്റിലെ ഏജ് എന്ന് പറയുന്ന ഭാഗം എടുത്തിട്ട് കണ്ടാൽ മതി. ക്ഷമയോടുകൂടി പാർട്ട് 1 ഫസ്റ്റ് വീഡിയോ ഒന്ന് കണ്ടാൽ മാത്രം മതി. ഇതെല്ലാം സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ബൈ. ഇനി ഈ 4 സംഖ്യ ക്രോസ് ചെയ്ത് മൈനസ് ചെയ്യുക. 1 × 5 5, മൈനസ് 1 × 9 9. അപ്പം 3 12 ബൈ 5ഉം 9 നമ്മളെ വ്യത്യാസം ഉദ്ദേശിക്കുന്നവള് 4. അപ്പം 3 വയസ്സെന്ന് കിട്ടും. 3. ഓക്കെ, 3 12, 9 × 5 4, 12 ബൈ 4 3. അപ്പുവിന് 3 വയസ്സുണ്ട്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, അപ്പുവിന് 3 വയസ്സാണ്. അപ്പുവിന്റെ വയസ്സിന്റെ 9 മടങ്ങ് അമ്മയ്ക്ക്. അപ്പൊ അമ്മയ്ക്കോ 9 × 3 27 വയസ്സാണ്. ഇവരുടെ പ്രായ വ്യത്യാസമാണ് ചോദ്യം. അപ്പുവിനേക്കാൾ എത്ര വയസ്സ് കൂടുതലാണ് അമ്മയ്ക്കുള്ളത്? അപ്പം ഇവ നമ്മളുടെ വ്യത്യാസം എടുത്താൽ മതി. 27 ന്ന് 3 പോയി എത്ര കിട്ടും? 24. അപ്പൊ 24 വർഷം. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കാം. ഉണ്ട്. ഓപ്ഷൻ എ. തീർന്നു. അടുത്ത 15ാമത്തെ ചോദ്യം. 18 - 4 × 8 ഡിവൈഡ് ബൈ 2. ബോട്ട് മാസ് ആണ്. ആദ്യം ഡിവിഷൻ ഉണ്ടെങ്കിൽ അത് ചെയ്യണം. അപ്പൊ അതങ്ങ് ചെയ്യാം. ഓക്കെ, 18 അങ്ങനെ തന്നെ, -4 അങ്ങനെ തന്നെ, ഇൻറ്റു അതേപടി ഇട്ട് 8 ഡിവൈഡ് ബൈ 2. 8നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 4. ക്ലിയർ അല്ലേ? ഇനി മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. അപ്പൊ 18 - 4 × 4 16. 18 ന്ന് 16 പോയ എത്ര? 2 ഉത്തരം. അപ്പോൾ 2 എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. ഓപ്ഷൻ ബി ഉത്തരം. ഓക്കെ, എളുപ്പമാണ്. ഇനി അടുത്ത പോയിന്റ്, ഒറ്റയാനാര്? 16ാമത്തെ ചോദ്യം. ഒറ്റയാനാര്? ഒറ്റയാൻ. ഓപ്ഷൻ എ 17, 19, 21, 23. എല്ലാ ഓഡ് നമ്പറാണ്. നിങ്ങൾ ആദ്യം പ്രൈം നമ്പറുമായിട്ട് ഇതിന് കണക്ഷൻ ഉണ്ടോ എന്ന് നോക്കണം. എപ്പോൾ ഒറ്റയാൻ ചോദിച്ചാലും ഓഡ് നമ്പേഴ്സ് ആണ്, പ്രൈം നമ്പേഴ്സുമായിട്ട് കണക്ഷൻ ഉണ്ടോ എന്ന് നോക്കണം. 17 ഒരു പ്രൈം നമ്പരാ, 19 പ്രൈം നമ്പരാ, 23 പ്രൈം നമ്പരാ, 21 അല്ല, കോമ്പോസിറ്റ് നമ്പരാ, നോട്ട് പ്രൈം. അപ്പോൾ ഓപ്ഷൻ സി ഉത്തരം. ഇതും പ്രൈം നമ്പർ, ഇത് പ്രൈം നമ്പർ അല്ല, അയാളല്ലേ ഒറ്റ. ഓക്കെ, ശരി. 17ാമത്തെ ചോദ്യം. 62K എന്ന 3 അക്ക സംഖ്യ. ഇതൊരു 3 അക്ക സംഖ്യ. ഈ K എന്ന് പറയുന്നത് 3ാമത്തെ ഡിജിറ്റ് ആണ് കേട്ടോ. 1 2 3 3ാമത്തെ ഡിജിറ്റ് ആണ്. അത് ഏതാ നമുക്ക് അറിഞ്ഞൂടാ. എന്ന 3 അക്ക സംഖ്യ 3ന്റെ ഗുണിതമായാൽ Kയുടെ വിലയായി വരുന്ന സംഖ്യകൾ ഏവ? ഓക്കെ, നോക്കാം. 3ന്റെ ഗുണിതം എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രത്യേകത പഠിക്കണം. 3ന്റെ ഗുണിതം എന്ന് പറഞ്ഞാൽ അക്കങ്ങൾ കൂട്ടപ്പോൾ 3ന്റെ ഗുണിതം കിട്ടും. നിങ്ങൾ ആലോചിച്ചേക്ക്, 6ഉം 2ഉം കൂടെ കൂട്ടി 8 ആയി. ഓക്കെ, ഇനി 8നോടൊപ്പം എന്തൊക്കെ കൂട്ടിയാൽ ഈ കെയും കൂടെ കൂട്ടപ്പോൾ 3ന്റെ ഗുണിതമാവും. ഇപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടുക. 6 + 2 + 8, 6 + 2 + 8, 6 + 2 സോറി 6 + 2 + k, 6 + 2 + k, 6 + 2 8, 8 + k. അപ്പൊ 8 + k എന്ന് കിട്ടും അക്കങ്ങളുടെ തുക. അപ്പൊ 8നോടൊപ്പം എന്തൊക്കെ കൂട്ടിയാൽ ഒരു 3ന്റെ ഗുണിതം വരും? അതെല്ലാം കെയ്ക്ക് വരാം. അപ്പൊ 8നോടൊപ്പം 1 കൂട്ടിയാലേ, 8നോടൊപ്പം 1 കൂട്ട് നിങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് 9, 3ന്റെ ഗുണിതമായില്ലേ? അപ്പൊ കെയുടെ വില 1 ആവാം. അപ്പൊ k = 1 വരാം.
ഓക്കെ, ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ ഇനി നിങ്ങൾ 3 കൂട്ടിക്കൊണ്ടിരുന്നാൽ മതി കേട്ടോ. ഇനി അടുത്ത 4 എടുത്താൽ മതി. ഒന്നിനോടൊപ്പം 3 കൂട്ടുക, അപ്പൊ നിങ്ങൾക്ക് 4 കിട്ടും. അപ്പൊ കേക്ക് 4 ഇട്ട് കൊടുത്താലും മതി. 8 + 4 12, 3ന്റെ ഗുണിതം അല്ലേ, 3ന്റെ ഗുണിതം. വീണ്ടും നിങ്ങൾ ഒരു 4 കൂടെ കൂട്ട്, 7 സോറി, ഒരു 4 കൂടെ അല്ല, ഒരു 3 കൂടെ കൂട്ട്. ആദ്യം ഒരെണ്ണം 8നോടൊപ്പം 1 കൂട്ടപ്പോ 9 കിട്ടും. അപ്പൊ കേക്ക് 1 കൊടുക്കാം, 1 കിട്ടി. പിന്നെ ഓരോ സംഖ്യ കെയുടെ അടുത്ത വില ആരാന്ന് വെച്ചാൽ നിങ്ങൾ ഇനി ആ 3ന്റെ ഗുണിതല്ലേ നിങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ 3 കൂട്ടിയാൽ മതി. 1നോടൊപ്പം 3 കൂട്ടിയാൽ 4. അപ്പൊ കേക്ക് 4 കൊടുക്കുക. നിങ്ങളൊന്ന് ചെക്ക് ചെയ്യ്. 8 + 4 അപ്പൊ 12 വരും. ഇവിടെ കെയുടെ വില 4 ആയിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക്. 6 2 8, 8 4 12 വരും. 12 ഒരു 3ന്റെ ഗുണിതം, ഇപ്പൊ 3ന്റെ ഗുണിതം ആയിക്കോളും. ഓക്കെ, പിന്നെ 4നോടൊപ്പം വീണ്ടും 3 കൂട്ടുക, 7. നിങ്ങൾ നോക്ക്, കേക്ക് 7 കൊടുത്താൽ 8 + 7 15 വരും. അത് 3ന്റെ ഗുണിതം. പിന്നെ വീണ്ടും 3 കൂട്ട 10 ആയിപ്പോവും. 10 ഒരു 3 അക്ക സംഖ്യ അല്ലല്ലോ, അപ്പൊ അതുകൊണ്ട് അത് വേണ്ട. ഓക്കെ, അപ്പം 1 4 7 ഇത്രയും സംഖ്യകൾ വരാം. ഇപ്പൊ കേക്ക് എന്തൊക്കെ വരാം? 1 വരാം, 4 വരാം, 7 വരാം. അപ്പം 1 1 അപ്പൊ 1 ശരിയാണ്, കേക്ക് 1 വരാം. 4 2 4 അപ്പൊ കേക്ക് 4 വരാം. 3 വരാൻ പാടുണ്ടോ? നമുക്ക് വന്നേക്കുന്ന കെയുടെ വില ഏതൊക്കെയാ? 1 4 7. അപ്പൊ 3 വരാൻ പാടില്ല, വെട്ടാം. 7 വരാൻ പാടുണ്ടോ? ഉണ്ട്, 7 കിട്ടാം. അപ്പൊ നമുക്ക് ഏതൊക്കെയാ ശരിയാവുന്നത്? 1 2 4. അപ്പൊ 1 2 4 ശരിയാണ്. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. ഓപ്ഷൻ ഡി, 1 2 4 മാത്രം ശരി. ഇത്രയേ ഉള്ളൂ. എളുപ്പമല്ലേ? ശരി, അടുത്ത ക്വസ്റ്റ്യൻ 18ാമത്തെ ചോദ്യം വായിച്ചു തരാം. ചിലപ്പോൾ വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. 18ാമത്തെ ചോദ്യം, വരിയായി അടുക്കി വച്ചിരിക്കുന്ന റോസാ ചെടികളിൽ ഒരെണ്ണത്തിൽ മാത്രമാണ് പൂക്കളുള്ളത്. മുന്നിൽ നിന്നും എണ്ണുമ്പോൾ ആ ചെടി 32ാമത് ഇരിക്കുന്നു. പിന്നിൽ നിന്നും എണ്ണുമ്പോൾ 17ാമത് ഇരിക്കുന്നു. വരിയിലാകെ റോസാ ചെടികൾ എത്ര എണ്ണം ഉണ്ട്? ഇത്രയേ ഉള്ളൂ. അതായത് ഒരു വരി കുറെ റോസാ ചെടികൾ അടുക്കി വെച്ചേക്കുന്നത്. ഒരെണ്ണത്തിൽ ഒരു ചെടിയിലെ പൂവുള്ളു. മുന്നിൽ നിന്നും എണ്ണുമ്പോൾ 32ാമത്, പിന്നിൽ നിന്നും എണ്ണുമ്പോൾ 17ാമത്. ഓക്കെ, എങ്കിൽ ടോട്ടൽ എത്ര? ഒരു വരിയിൽ നിരയും നമ്മൾ പഠിച്ചേക്കുന്ന സ്ഥാനം തന്നെ. ഒരു വരിയിൽ ഒരാളുടെ സ്ഥാനം തന്നേക്കുന്നത്, മുന്നിൽ നിന്നും പിന്നിൽ നിന്നുള്ള ഒരാളുടെ സ്ഥാനം തന്നേക്കുന്നത്. ടോട്ടൽ എത്ര? അത് രണ്ടുകൂടെ കൂട്ട് 1 കുറയ്ക്കുക. അതായത് മുന്നിൽ നിന്നുള്ള സ്ഥാനം 32ഉം പിന്നിൽ നിന്നുള്ള സ്ഥാനം 17 കൂട്ടിയിട്ട് 1 കുറച്ചാൽ നമുക്ക് ടോട്ടൽ കിട്ടും. 32ഉം 17 കൂട്ടിയാൽ 49, 1 കുറച്ചാൽ 48 കിട്ടും. 48 എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് അന്വേഷിക്കുക. ഉണ്ട്, ഓപ്ഷൻ സി. ഓക്കെ, 19ാമത്തെ ചോദ്യം, പദങ്ങളെ അർത്ഥവത്തായ രീതിയിൽ ക്രമീകരിക്കുക. പദങ്ങളൊന്ന് വായിച്ചാലോ? അടുക്കള, അടുപ്പ്, ഗ്രാമം, വീട്, കലം. അപ്പൊ ആദ്യം നമുക്ക് ഗ്രാമത്തിൽ നിന്ന് വീട്ടിലെ അടുക്കളയിലേക്ക്, ഇതാ സംഭവം. അപ്പൊ ആദ്യം നമുക്ക് ഗ്രാമം എടുക്കാം. ഗ്രാമം ഏറ്റവും വലിയ സാധനം ഗ്രാമമല്ലേ, അപ്പൊ ഗ്രാമം. അപ്പൊ 3ാമത്തത് ആദ്യം വരുന്നത്. പിന്നെ 3ാമത്തത് കഴിഞ്ഞാൽ, ഗ്രാമം കഴിഞ്ഞാൽ പിന്നെ ഗ്രാമത്തിലെ വീട് 4ാമത്തത് വരും. ഗ്രാമം കഴിഞ്ഞാൽ വീട്, വീട് കഴിഞ്ഞാൽ പിന്നെ അടുക്കളയിൽ കയറാം അല്ലേ, അടുക്കള 1ാമത്തത് വരും. അപ്പൊ അടുക്കളയും കൂടെ കഴിഞ്ഞാൽ പിന്നെ അടുപ്പിലോട്ട് നോക്കാം, അടുപ്പ്. അപ്പൊ അടുപ്പ് 2ാമത്തത് വരും. പിന്നെ അടുപ്പിൽ കയറി കഴിഞ്ഞാൽ അടുപ്പിനകത്തോട്ട് എന്തോ ഇരിക്കുന്നതാണ്? കലം ഇരിക്കുന്നതാണ് 5ാമത്തത്. ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്കാം. 3 4 1 3 4 1 3 4 1. അങ്ങനെ ഒരു ഓപ്ഷനേ ഇല്ല, അങ്ങനെ ഒരു ഓപ്ഷനേ ഇല്ല. ഓക്കെ, അപ്പൊ 3 4 1 എന്ന് പറയുന്ന ഒരു ഓപ്ഷനേ ഇല്ല. അപ്പൊ അത് തിരിച്ചിടുന്ന സാധനം ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. ഇനി തിരിച്ചിടുന്ന സാധനം. ഓക്കെ, നമ്മൾ ഗ്രാമത്തിൽ നിന്ന് കലത്തിലോട്ട് പോയി. ഇനി തിരിച്ച് പദങ്ങളെ അർത്ഥവത്തായ രീതിയിൽ ക്രമീകരിക്കുക. ഇനി തിരിച്ചിടുന്ന സാധനം ഉണ്ടോ എന്ന് നോക്കിയാൽ മതി കേട്ടോ. 5 2 1 5 2 1 4 3. ഓക്കെ, ഇത് കറപ്പിക്കാം. ഓപ്ഷൻ എ എന്ന് വെച്ചാൽ ഇത് ഗ്രാമത്തിൽ നിന്ന് അടുക്കളയിലോട്ടല്ല, അടുക്കളയിൽ നിന്ന് ഗ്രാമത്തിലേക്ക്. ഓക്കെ, എന്നുവെച്ചാൽ അടുപ്പിലെ ആദ്യം കലം ഇരിക്കുന്നത് അടുപ്പിൽ, അടുപ്പുള്ളത് അടുക്കള, അടുക്കളയുള്ളത് വീട്, വീടുള്ളത് ഗ്രാമം. അങ്ങനെ കേട്ടോ. അങ്ങനെ കലം ഇരിക്കുന്നത് എവിടെ? അടുപ്പിൽ. അടുപ്പുള്ളത് എവിടെ? അടുക്കള. അടുക്കള ഉള്ളത് എവിടെ? വീട്. വീടുള്ളത് എവിടെ? ഗ്രാമം. ഓക്കെ, ശുഭം. അപ്പം ഓപ്ഷൻ എ ഉത്തരം. ക്ലിയർ അല്ലേ? അപ്പൊ ഓപ്ഷൻ എ കഴിഞ്ഞ് ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ 20ാമത്തെ.
ഡയറക്ഷനായിട്ട് ബന്ധപ്പെട്ട ചോദ്യം ഈസിയാണ്. അതുകൊണ്ട് ഇത്രയും സ്ഥലം മതി നമുക്ക് കേട്ടോ. അതുകൊണ്ട് ചുരുക്കം ഇത്രയും സ്ഥലം മതി, അത്ര തന്നെ. ഒരാൾ വീട്ടിൽ നിന്ന് 8 കിലോമീറ്റർ വടക്കോട്ട് സഞ്ചരിച്ചു. അതിനുശേഷം 4 കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചു. തുടർന്ന് 6 കിലോമീറ്റർ വലത്തോട്ട് സഞ്ചരിച്ചു. അതിനുശേഷം 4 കിലോമീറ്റർ വലത്തോട്ട് സഞ്ചരിച്ചു. എങ്കിൽ അയാൾ വീട്ടിൽ നിന്ന് എവിടെയാണ്? വീട്ടിൽ നിന്നും അയാളുടെ സ്ഥാനം എവിടെ എന്നതാണ് ചോദ്യം. വീട്ടിൽ നിന്നും അയാളുടെ സ്ഥാനം എവിടെ? അപ്പൊ നിങ്ങൾ ആദ്യം ഈശ്വരനെ വിളിക്കണം. ESWN. ഇത് ആദ്യമായിട്ടാണ് നിങ്ങൾ കേൾക്കുന്നതെങ്കിൽ ഡയറക്ഷന്റെ പ്ലേലിസ്റ്റ് എടുക്കുക, അതിനകത്ത് ഫസ്റ്റ് വീഡിയോ കാണുക. എന്നിട്ടും സംതൃപ്തി തോന്നിയില്ലെങ്കിൽ സെക്കൻഡ് വീഡിയോയും തേർഡ് വീഡിയോ ഒക്കെ കാണുക കേട്ടോ. അപ്പോൾ ശുഭം. ഫസ്റ്റ് വീഡിയോ കാണുമ്പോൾ തന്നെ ക്ലിയർ ആവും. ഓക്കെ. അപ്പൊ ESWN. ഒരാൾ വീട്ടിൽ നിന്ന് 8 കിലോമീറ്റർ വടക്കോട്ട് സഞ്ചരിച്ചു. എന്ന് പറഞ്ഞാൽ ഈസ്റ്റ്, എസ് എന്ന് പറഞ്ഞാൽ സൗത്ത്, വെസ്റ്റ്, നോർത്ത്. വടക്കെന്ന് പറഞ്ഞാൽ നോർത്താണ്. 8 കിലോമീറ്റർ അവിടെ എഴുതുക. ഓക്കെ. ഈശ്വരന്റെ സ്പെല്ലിങ്ങിന്റെ ഓർഡറിൽ വേണം ഇത് എഴുതാൻ കേട്ടോ. ESWN. അതിനുശേഷം 4 കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചു. അപ്പൊ കിഴക്കിന്റെ അവിടെ 4 എഴുതുക. ഓക്കെ. തുടർന്ന് 6 കിലോമീറ്റർ വലത്തോട്ട് സഞ്ചരിച്ചു. അപ്പൊ ഈസ്റ്റിന്റെ വലത്ത് സൗത്തി വരും. 6 കിലോമീറ്റർ സഞ്ചരിച്ചു. അതിനുശേഷം 4 കിലോമീറ്റർ വലത്തോട്ട് സഞ്ചരിച്ചു. വീണ്ടും വലത്ത് സൗത്തിന്റെ വലത്ത് വെസ്റ്റ് വരും. 4 കിലോമീറ്റർ സഞ്ചരിച്ചു. ഓക്കെ. ഇത്രയും സഞ്ചരിച്ചിട്ടുണ്ട്. ഇനി അയാൾ വീട്ടിൽ നിന്ന് എത്രയാണെന്ന് അറിയണം. അപ്പൊ നിങ്ങൾ എതിർദിശകൾ തമ്മിൽ കുറച്ചാൽ മതി. അതായത് ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ കിഴക്ക്, അതിന്റെ എതിർദിശ വെസ്റ്റ്, പടിഞ്ഞാറ്. അത് തമ്മിൽ കുറയ്ക്കണം. അതിനകത്തുള്ള മൂല്യങ്ങൾ തമ്മിൽ കുറയ്ക്കണം. അതായത് 4 4 തമ്മിൽ കുറയ്ക്കണം, 0 ആയിപ്പോവും. പിന്നെ സൗത്തും നോർത്തും തമ്മിൽ കുറയ്ക്കണം. സൗത്തും നോർത്തും. ഇവിടെ സൗത്ത് 6 ആണ്, നോർത്ത് 8 ആണ്. കുറയ്ക്കപ്പോഴോ 8ഉം 6ഉം തമ്മിൽ കുറയ്ക്കണം. അപ്പൊ എത്ര കിട്ടും? 2. എന്നിട്ട് അത് കൂടുതലുള്ളിടത്ത് എഴുതണം. ശ്രദ്ധിക്കണം, കൂടുതലുള്ളിടത്ത്. 6 8 കൂടുതൽ എവിടെ? നോർത്തില 2. എന്നുവെച്ചാൽ ഈ 6ഉം 8ഉം തമ്മിൽ കുറയ്ക്കുന്ന കൂടുതലുള്ള സ്ഥലത്തായിട്ട് എഴുതുന്നത്. അതായത് നോർത്തിൽ 2. ഇതായിരിക്കും യാത്ര തുടങ്ങിയ സ്ഥലത്തുനിന്നും അയാളുടെ ഇപ്പോഴത്തെ അകലവും ദിശയും. 2 കിലോമീറ്റർ. ഈ 2 നിൽക്കുന്ന എവിടെ? നോർത്ത്, വടക്കില്. അപ്പൊ 2 കിലോമീറ്റർ വടക്ക്. ഓപ്ഷൻ എ ഉണ്ട്. ഓപ്ഷൻ എ 2 കിലോമീറ്റർ വടക്ക്. ഓക്കെ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ക്വസ്റ്റ്യൻ. എല്ലാം എളുപ്പമുള്ളതായിരുന്നു.